എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സംഗമം, ത്രിവേണി സംഗമം എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പാട്ടിൻ്റെ അവസാനമുള്ള പ-മ-പ-ഗ-സ-നി എന്ന് ഫ്ലൂട്ടിൽ വായിച്ച് നിർത്തിയിട്ട് സമത്തിന് വൈബ്രഫോണും ഈ ജലതരംഗം കൂടി ചേർന്ന് ഗ-പ-സ-നി ഗ-പ-സ-നി, അത് കഴിയുമ്പോൾ ഫ്ലൂട്ട് പ-ഗ-സ-ഗ-പ-മ പ-ഗ-സ-ഗ-പ-മ, ഇങ്ങനെ ഒരു ഫ്ലൂട്ടിൽ ആ മായ്ക്കൊരു മാന്നൊരു ടച്ച് വരും. ഒന്നിട്ട് വായിക്കാം. പിന്നെ വൈബ്രഫോണും ബെല്ലും കൂടി നി സ മ ഗ സ ഗ പ നി സ ഗ, അത് ഫ്ലൂട്ട് വരും. സ ഗ പ നി സ ഗ, അത് ഫ്ലൂട്ട് വരും. അപ്പൊ നി സ മ ഗ 2 3 വൈബ്രഫോൺ വരും. സ ഗ പ നി സ ഗ, അത് ഫ്ലൂട്ട് വരും. അപ്പൊ ഒന്നിട്ട് വായിക്കാം. അത് ഞാൻ അത്രയും ചേർത്ത് വായിക്കാം. 1 2 3 1 2 3. അതുകൊണ്ട് വൈബ്രഫോൺ ബെല്ലും കൂടി സപ്പ സമ സ ഗ സ നി പ മ ഗ പ സ പ നി മ പ മ ഗ സ നി പ സപ്പ സമ സ ഗ സ നി പ മ ഗ പ സ പ നി മ പ മ ഗ സ നി പ. ഒന്നുകൂടി പറയാം. സപ്പ സമ സ ഗ സ നി പ മ ഗ പ സ പ നി മ പ മ ഗ സ നി പ. അത്രയും വൈബ്രഫോണും ബെല്ലും കൂടി വായിക്കുമ്പോൾ സ പ ഗ സ മ സ സ ഗ നി സ നി പ സ പ മ പ നി മ മ പ ഗ. അത്രയും സംഭവം ഫ്ലൂട്ടിന്റെ ഇടയിൽ കൂടെ വരും. അപ്പൊ സ പ സ ഗ പ സ പ നി മ പ. അപ്പൊ സ്ലോയിൽ പറയാം. സ പ ഗമ വരിക. സ മ സ ഗ സ നി സ. അപ്പൊ സ പ സ മ സ ഗ നി സ നി ധ നി എന്ന ടച്ച്. നി സ നി ധ നി, ഈ ഹോള് വേണം. നി സ നി ധ നി. അപ്പൊ സ പ സ മ സ ഗ പ സ പ സ പദ പ മ പ, ശുദ്ധ ദേവതൻ ടച്ച് വരും. പ സ പദ പ മ പ പ നി മ പ മ ഗ മ മ പ ഗ മ ഗ രി ഗ. അപ്പൊ പ സ പ നി മ പ പ സ പ മ നി മ മ പ ഗ പ സ പ നി മ പ. അതിന്റെ ഫ്ലൂട്ട് മാത്രം. അതിന്റെ സ്വരം നി സ നി സ നി സ നി സ ആ ആ നി സ നി സ നി സ നി സ 2 3. ഇതെല്ലാം കണ്ടു. അപ്പം ഞാൻ ഫുള്ളായിട്ട് സപ്പ സമ അവിടെ നിന്നിട്ട് വായിക്കാം. ഒന്നിട്ട് പറയാം. സ പ
ഗ സമ സ സ ഗ നി സ നി പ മ ഗ പ സ പ പ നി മ മ പ ഗ മ ഗ സ നി പ നി സ നി സ നി സ നി സ. അപ്പൊ ആദ്യം തൊട്ട് ഞാൻ ഫുൾ ബാക്ക്ഗ്രൗണ്ട് പറയാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഒരു പാറ്റേഴ്സ് വെർഷൻ ഉണ്ട്, അതിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഞാൻ വായിച്ചിട്ട് നമുക്ക് അനുവലിയിലേക്ക് കിടക്കാം. മദലസയാമം ഇനി അനുപല്ലവി. ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ. അപ്പോ ഇവിടെയോരോ ജീവതരംഗവും ഇവിടെ ഗ ഗ ഗ ഗ ഗ പ മ ഗ ഗ ഗ ഗ ഗ ഗ. ഇവിടെയോരോ ജീവതരംഗവും ഗ ഗ ഗ ഗ ഗ പ മ ഗ ഗ ഗ ഗ ഗ ഗ. ഒന്നൊരു വായിക്കാം. ഇണയെ തേടും രാവിൽ സ ഗ മ പ പ ഗ മ പ സ ഗ മ പ പ പ പദ പ ഒരു ടച്ച് വരും. സ ഗ മ പ പദ പ ചെറിയതാ പ പദ പ ഗ മ പ മ പദ പ അവിടെ ടച്ച് വരും. സ ഗ മ പ പദ പ ഗ മ പ 1 2 3 അത്ര സസ്റ്റം വരും. ഇണയെ തേടും രാവിൽ. അപ്പൊ ഇവിടെ ഓരോ ജീവിതരംഗവും ഇണയെ തേടും രാവിൽ ഞാൻ ചേർത്ത് പറയാം. ഒന്നുകൂടി പറയാം. നാണത്തിൻ മുങ്ങിയ കായലിൻ കവിളിൽ നാണത്തിൽ പനിനീനി നാണത്തിൽ മുങ്ങിയ നീനിനി പനിനീനി നീനിനി നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ സനി സനി പ മമ പമമ സനി സനി പ മമ കായലിൻ കവിളിൽ സനി സനി പ മമ. എന്നിട്ട് പറയാം. നഖചിത്രമെഴുതും നീലാവിൽ ഗഗമാപ നഖചിത്രമേ ഗഗമാപ നീ സനിപമ മെഴുതും നീലാവിൽ പാസ ഗഗമാപ നീ സനിപമ പാസ
നഖചിത്രമെഴുതും നീലാവിൽ ഗഗമ പനി സനി പമ പാസ. നിലാവിൽ സരിസാ എന്നൊരു ടച്ച് കൊടുക്കും. ഗഗമ പനി സനി പമ പ സരിസാ. നിലാവിൽ ഒരു ടച്ച്. നാണത്തിൽ മുങ്ങിയ തൊട്ട് വായിക്കാം. ഒന്നൊരു വായിക്കാം. അത് കഴിഞ്ഞിട്ട് നീയും ഞാനും നമ്മുടെ പ്രേമവും. അവിടെ രീ വരും. രീ രി സ ഗ ഗ സ രി രി സ ഗ ഗ ഗ രി രി സ ഗ ഗ സ രി രി സ ഗ ഗ ഗ രി രി സ ഗ ഗ സ രി രി സ ഗ ഗ ഗ. നീയും ഞാനും നമ്മുടെ പ്രേമവും. ഒന്നിട്ട് വായിക്കാം. കൈമാറാത്ത വികാരമുണ്ടോ നിസഗമ മാമ പഗമ മമ നിസഗമ മാമ പഗമ മമ നിസഗമ മാമ പഗമ മമ. കൈമാറാത്ത വികാരമുണ്ടോ. നീയും ഞാനും നമ്മുടെ പ്രേമവും തൊട്ട് വായിക്കാം. അപ്പോൾ ഇവിടെ ഓരോ ജീവതരംഗവും മുതൽ ഇവിടത്തോളം ഞാൻ വായിക്കാം. രണ്ട് തവണ. അത് കഴിഞ്ഞാൽ ഹമ്മിങ് ആണ്. ഓ സാഗമപമഗമപസ. ഒന്നുകൂടി പറയാം. സാഗമപമഗമപസ. പായുന്ന സജ്ജത്തിലേക്ക് വരും. സാഗമപമഗമപസ. ഒന്നുകൂടി വായിക്കാം. അടുത്ത് നീ സാഗമഗ സഗമനി നീ സാഗമഗ സഗമനി. സാനി പസനി പസനി പസ. സാനി പസനി പസനി പസ. ഓ ഓ
ദ ചെറിയ ദ വരും ഇവിടെ ഹാഫുണ്ട്. നീ ദ മനി ദ മനി ദ മനി നീ ദ ഹാഫ് നോട്ട് മാ നി ദ മനി ദ മനി നീ ദ മനി ദ മനി ദ മനി ഓ പിന്നെ പ മഗ മ പ മഗ സ ഗ മ ഗ സ നി സ ഗ സ പ മഗ മ പ മഗ സ ഗ മ ഗ സ നി സ ഗ സ. ഇതാണ് ഹമ്മിങ്. ഹമ്മിങ് മുഴുവനായിട്ട് ഞാൻ വായിക്കാം. ഓ സ ഗ മ പ മ ഗ മ പ സ ഓ നി സ ഗ മ ഗ സ ഗ മ നി സ ഓ സ നി പ സ നി പ സ നി പ സ നി ദ മ നി ദ മ നി ദ മ നി ഓ ഓ പ മ ഗ മ പ മ ഗ സ ഗ മ ഗ സ നി സ ഗ സ. മുഴുവനായിട്ട് ഞാൻ ഫ്ലൂട്ടിൽ വായിക്കാം. ഒന്നൊരു വായിക്കാം. ഇത് കഴിഞ്ഞാൽ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. അത്രയും വരും ഇടയ്ക്കുള്ള പല്ലവി. ഇങ്ങനെ ഇടയ്ക്കുള്ളൊരു പല്ലവി വരും. ഇതെല്ലാവർക്കും പരിപൂർണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.